മാതാവിനോട് മകളുടെ ക്രൂരത. തൃപ്പൂണിത്തുറ തൈക്കൂടത്താണ് മകൾ അമ്മയെ വീടിന് പുറത്താക്കി സ്ഥലം വിട്ടത്. തൈക്കൂടം സ്വദേശിനി സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന് RDOയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് മകളുടെ ഈ സമീപനം. പോലീസിൽ പരാതി നൽകിയിട്ടും അമ്മയെ വീട്ടിൽ കയറ്റുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. ഈ അമ്മ മണിക്കൂറുകളായി വീടിന് പുറത്ത് തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏറെ നേരമായ ആ അമ്മ പുറത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ടോം കുര്യാക്കോസ് ഇപ്പോൾ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, ആ സാഹചര്യത്തിന് ഒരു അല്പം മാറ്റം വന്നിരിക്കുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയതോടുകൂടി എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രേണുക, ഇന്ന് വൈകുന്നേരം മുതലാണ് ഈ സരോജിനി അമ്മ, തൈക്കൂട സ്വദേശിനിയായിട്ടുള്ള സരോജിനി അമ്മ തന്റെ വീടിന് മുന്നിൽ, അതായത് തന്റെ സ്വന്തം വീടിന് മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ആദ്യം വൈകുന്നേരത്തോടു കൂടി അമ്മ ഇവിടെ എത്തുന്നു. അതിനുശേഷം ആ സമയം പിന്നീട് വീട് പൂട്ടിക്കിടക്കുന്ന, ഗേറ്റും വീടും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ഈ അമ്മയുടെ ദുരിതാവസ്ഥ അറിഞ്ഞ് നാട്ടുകാരെത്തുന്നു, ജനപ്രതിനിധികൾ എത്തുന്നു. ഏറ്റവും ഒടുവിൽ MLA ഉമാ തോമസ് വരെയും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഈ അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, എപ്പോഴാണ് അമ്മ ഇവിടെ എത്തിയത്? ഞാൻ എത്തിയിട്ട് ഒരാഴ്ച വൈകുന്നേരം പോലീസ് സ്റ്റേഷനൊക്കെ മോള് എന്നോട് സംസാരിക്കാറില്ല, ഫോൺ തരൂല്ല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലയിടത്തും ചെന്ന് ആൾക്കാരോട് പറയണമെന്ന് വിളിച്ചായിരുന്നു. അവർ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് എടുക്കൂല. പനമ്പുള്ളിയാറിലാണെന്ന് അറിയാം, എവിടെയാണെന്ന് താമസിക്കണമെന്ന് അങ്ങനെ മാത്രം അറിഞ്ഞു. പരാതിയൊക്കെ പോലീസിനും മറ്റൊക്കെ പരാതി കൊടുത്തായിരുന്നു? കൊടുത്തു. എന്താ പോലീസ് പറഞ്ഞു? പോലീസ് പറഞ്ഞ അവിടെ ചെന്നിട്ട് അവർക്ക് പറ്റൂല. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഇത് പൊളിച്ച് കയറി തരാം, അമ്മയുടെ വീടല്ലേ, അമ്മ എന്തിനാ വിഷമിക്കണേ, അമ്മ വിഷമിക്കാതെ ഒക്കെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവരുടെയൊക്കെ ഇത് മാറി അവരെ മോളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ് തുറന്നു കൊടുക്കണ്ടെന്ന്. അങ്ങനെ പോലീസുകാർ പറഞ്ഞ് ഇവിടെ പോകാൻ പറഞ്ഞു. രാഷ്ട്രീയ ഇടപെടൽ വല്ലതും ഉണ്ടോ? അതാണല്ലോ ചെയ്യാത്തത്. അവസാനം RDOയുടെ ഉത്തരവുണ്ടല്ലോ അമ്മേനെ വീട്ടിൽ കയറ്റാനായിട്ട്, അതിനുശേഷം പോലീസ് ഇടപെട്ടില്ലേ? വന്നിട്ട് ഒന്നും ഉണ്ടാതെ പോയി, അവർക്ക് പറ്റൂലെന്നും പറഞ്ഞു. പോലീസ് വന്നായിരുന്നു? ഇവിടെ വന്ന്. എപ്പോഴാ വന്നേ? വൈകുന്നേരമാണ് അവർ വന്നത്. ഞങ്ങൾ വരുമ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ട് ഇവിടെ. അവർ പോയി മകളെ വിളിച്ചോ പോലീസ്? ഇല്ല, മകളൊന്നും വിളിക്കാറില്ല. പോലീസ് വിളിച്ചോ? അറിയാൻ പറ്റണില്ല. മകൾ ഇപ്പൊ എവിടെയാണെന്ന് വല്ല അറിവുണ്ടോ? ഇവിടെയാണെന്ന് പനമ്പുള്ളിയാറിലാണെന്ന്. മകൾക്ക് വേറെ വീടുണ്ട്? ഫ്ലാറ്റിൽ പോയി താമസിക്കണവര്. അമ്മേനെ ഇവിടെ കേറ്റാത്തതിന്റെ കാരണം എന്താ പറയുന്നത്? ഒന്നും എനിക്ക് അറിഞ്ഞോടാ മോനെ, എനിക്ക് അറിഞ്ഞോടാ എന്താണെന്ന്. എന്നോട് നല്ല വാക്കും പറഞ്ഞ് അമ്പലത്തിൽ പോണ്, മൂകാംബിക പോണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവള് പോയത്. അപ്പൊ വ്യാഴാഴ്ച അമ്മ പോവും, തിങ്കളാഴ്ച ഞാൻ വരും, അപ്പൊ അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞ് പോയതാണ് അവള്. ഞാൻ അതുപോലെ എത്ര തിങ്കളാഴ്ച വന്നിട്ട് അവള് വന്നിട്ടില്ല. എനിക്ക് വീട്ടിൽ കയറണം, എനിക്ക് എന്റെ വീടാണ് മോനെ ഇത്. അമ്മയുടെയാണ് സ്ഥലവും വീട്? സ്ഥലവും വീട് തന്നെ. വീട് അവള് പണിത് ചെറിയ വീടുണ്ടായി. പഴയ വീട് അമ്മയുടെ വീടായിരുന്നു? എന്റെ വീടാണ്. പൊളിച്ചു പണിത് എന്ന് വെച്ചാൽ എനിക്ക് കിടക്കണ്ട മോനെ. 24 കൊല്ലവും ഞാൻ ഇതിൽ താമസിച്ചിരുന്നതാ. എന്നാ അമ്മേനെ ഇവിടെ ഇറക്കി വിട്ടത്? കഴിഞ്ഞ കൊല്ലം അമ്പലത്തിൽ പോകാൻ പോകണമെന്നും പറഞ്ഞു. അവരമ്പലത്തിൽ പോട്ടെ, നല്ല കാര്യമല്ലേ, മൂകാംബി പോകണമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ മോളെ വിളിച്ച് അവരുടെ അടുത്തോട്ട് പോയി. അതാണ് മറ്റേ വീട്. മോളുടെ വീട് എവിടെയാ? അത് മാമംഗലം. അപ്പൊ ആ മകളെന്താ പറയുന്നത്? ആ മകളൊന്നും പറയണില്ല. അമ്മ ഇവിടെ താമസിച്ചിട്ട് അപ്പുറത്തെ വീട് കൊണ്ട് വാടക കൊണ്ട് അമ്മ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞു വീട് അപ്പുറത്തുണ്ട് പോനെ. അമ്മ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഈ വീട്ടിലല്ലേ, അപ്പുറത്തെ അയലന്തരത്ത് വീട്ടിലാ നിക്കണ. ഈ വിഷയത്തിൽ ഇപ്പോൾ ഉമാ തോമസ് MLA കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു വലിയ വേദനിപ്പിക്കുന്ന കാര്യമാണ്, ഒരു അമ്മയോട് മകളുടെ ഒരു സ്വന്തം മകൾ, നമുക്കറിയാം സാധാരണ മരുമക്കളൊക്കെ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു മകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്മയോട് ഇങ്ങനെ കാണിച്ചത്? ഈ വിഷയത്തിൽ പോലീസിനോട് പോലും പരാതിപ്പെട്ടിട്ടും ഒരു നീതി കിട്ടാത്ത അവസ്ഥയുണ്ട്. RDOയുടെ ഉത്തരവുണ്ടായിട്ടും നീതി കിട്ടുന്നില്ല. സത്യത്തിൽ ഞാൻ ഇവിടെ എല്ലാവരും കൂടി വിളിച്ചിട്ടാണ് ഇവിടെ ഒന്ന് വരുമോ, പെട്ടെന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഈ ഫാക്റ്റ് ഒരുപാടൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഞാനിവിടെ വന്ന് ചോദിച്ചറിഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ അകത്ത് കയറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കുണ്ടായ മനസ്സിലത് ഉള്ളിൽ മോളുണ്ട്, മോളുള്ളിലേക്ക് കയറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഈ വീട്ടിൽ ആരുമില്ല, ഇത് വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, മകൾ ഇവിടെയേ അല്ല താമസം, അകത്ത് കയറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. ഞാൻ വിചാരിച്ചത് മകളുള്ളിലുണ്ട്, പക്ഷെ അമ്മയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ
അകത്ത് കയറ്റുന്നില്ല. ഞാൻ ഓർക്കുകയും ചെയ്തു, അങ്ങനെ ഒരു മകളുടെ അടുത്തേക്ക് എന്തിനാ ഈ അമ്മ പോണേ, വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചൂടെ എന്നൊക്കെ പോലും ഞാൻ മനസ്സിലോർത്തോണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിനേക്കാളും ദയനീയമായിട്ടുള്ള കാഴ്ചയായി. ഈ വീട്ടിൽ ആരും താമസമില്ല. അവിടെ ഒന്ന് താമസിക്കാൻ, സ്വന്തം വീട്ടിൽ താമസിക്കാൻ അമ്മ ചോദിച്ചിട്ട് ആ വീട് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. ഞാനിത് ഡെപ്യൂട്ടി കളക്ടറിനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഇതുവരെ എടുത്തിട്ടില്ല ഫോണ്. RDO ആണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർഡർ ഉണ്ടായിട്ടും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് അറിയിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. കളക്ടറിനെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മെസ്സേജ് വന്നു തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഞാൻ നമ്മളുടെ ACPയോട് സംസാരിച്ചു. അപ്പോൾ അവരന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല. CIയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ CI തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. വിളിക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് വിളിക്കുക ചെയ്തത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾക്ക് കുറച്ച് ഇത് അടഞ്ഞു കിടക്കണ വീടല്ലേ, അപ്പം ഞങ്ങൾക്ക് അകത്ത് കയറണമെങ്കിൽ ഇത് ആരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് അറിഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് താക്കോൽ എടുത്തിട്ടേ ഞങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഓർഡർ കണ്ടില്ലേ, ഇന്നിവിടെ താമസിപ്പിക്കണം എന്നല്ലേ ഓർഡർ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മറ്റേവരെ കണ്ടിട്ട് അവരോട് കാരണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയണത്. ഇങ്ങനെ ഒരു ഓർഡർ ഉള്ളത് വെറുതെ കീറിക്കളയാനോ അല്ലെങ്കിൽ വെള്ളത്തിലൊഴുക്കാനോ ഉള്ളതുപോലെയാണ്. തീർത്തും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് CIയുടെ അടുത്തുനിന്ന്. ഇപ്പോൾ ജില്ലാ കളക്ടർ MLA ഉമാ തോമസ് MLA ഫോണിൽ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്താണ് വിഷയമെന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം നേരത്തെ RDO തന്നെയാണ് ഈ വിഷയത്തിൽ ഉത്തരവിട്ടത്. ഈ അമ്മയെ വീട്ടിൽ പ്രവേശിപ്പിക്കണം. നമുക്ക് കാണാൻ കഴിയും, ഈ സമീപത്തുള്ള അതായത് അയൽവാസികൾ, നൂറുകണക്കിന് അയൽവാസികൾ ഈ സംഭവം അറിഞ്ഞ്, അമ്മയുടെ ഈ ദയനീയ അവസ്ഥ അറിഞ്ഞ് ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടുള്ളൊരു സമീപനമാണ് മകളുടെ ഭാഗത്തുനിന്നുണ്ടായത്. 2 പെൺമക്കളാണ് അമ്മയ്ക്കുള്ളത്. 2 പെൺമക്കൾക്കുമായി തൻ്റെ സ്വത്ത് വീതിച്ചു കൊടുത്തിരുന്നു. അതിലൊരു ഈ അമ്മയുടെ തന്നെ സ്വന്തം വീടായിരുന്നു ഇത്. ഇവിടെ പഴയ വീട് പൊളിച്ച് പുതിയ വീട് മകൾ പണിതാണ്. അവിടെയാണ് ഈ അമ്മയെ കയറ്റാതെ അമ്മയെ പുറത്തിരുത്തിയിരിക്കുന്നത്. അതായത് സ്വന്തം അമ്മയുടെ അവകാശപ്പെട്ട അമ്മയുടെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ട ഒരവസ്ഥ കഴിഞ്ഞ മണിക്കൂറുകളായി. അതായത് ഇന്ന് വൈകുന്നേരം മുതൽ ഈ അമ്മ ഈ വീടിന് പുറത്ത്, ഗേറ്റിന് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടാ, ഇത് വീട് ഈ അമ്മയുടെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാം? ഇതിന് മുൻപുള്ള ഒരു അമ്മയുടെ ഇതേ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചാണ് മകളെയൊക്കെ, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി, ഒരുപാട് ഇത് ഒരു പാവപ്പെട്ട ഒരു തള്ളേ. ഒത്തിരി ക്രൂരത നേരിട്ടിട്ടുണ്ടോ അതിനുശേഷം? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ പിള്ളേരെയൊക്കെ കെട്ടിച്ചു. അല്ലെ, എന്താ പറയുന്നത് ഈ മകളൊക്കെ എന്താ പറയുന്നത്? ഒക്കെ വേറൊരു ലിതിയിലേക്ക് മാറി. സ്വന്തം ഭർത്താവ് വിദ്യാധരൻ എന്ന് പറഞ്ഞ ആളായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാൾ IOC ജോലിയൊക്കെ ഉള്ള അയാൾ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 2 മക്കളൊക്കെ ആയിട്ട് അമ്മയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണമായിരുന്നു. മോള് കല്യാണമൊക്കെ കഴിച്ചാണ്. വേറെ സെറ്റിൽ നിങ്ങൾക്കറിയാമോ ഈ വിഷയത്തെക്കുറിച്ച്? അറിയാമോ? ഞാൻ ഈ ഭാഗത്ത് ആശാവർക്കറാണ്. അപ്പം ഞാൻ ഇവര് മാറി താമസിക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരുടെ ഒരു സംസാരത്തിൽ അമ്മയും മോളും തമ്മിൽ വലിയ അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അമ്മേനോടൊന്നും ചോദിക്കാൻ പറ്റണില്ല, അമ്മക്ക് എന്നോടൊന്നും പറയാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് ഇവിടെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. അതനുസരിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അമ്മച്ചി 2ാമത്തെ മോളുടെ അടുത്താണെന്നാണ് അറിഞ്ഞത്. ഒരു മിനിഞ്ഞാന്ന് ഞാൻ ഇതിലൂടെ പോകുമ്പോഴത്തേക്കും അമ്മച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു. അമ്മച്ചിയുടെ സങ്കടമൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കയറാൻ പറ്റണ്ട, എന്തെങ്കിലും ഒന്ന് ആശാവർക്കറില്ല മോനെ, എന്തെങ്കിലും ചെയ്തു തരണം. അപ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സ്, ഞങ്ങൾ നിർഭയ ആശാവർക്കറുമാണ്, നിർഭയ വോളണ്ടിയേഴ്സുമാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ഓരോ സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ സാറേ, ഇവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും ഇടപെട്ടില്ലല്ലോ, അമ്മച്ചി ഇപ്പോഴും തൊട്ടടുത്ത വീട്ടിൽ താമസിക്കണേണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് അന്വേഷിച്ചല്ലോ. അത് അവരമ്മയും മക്കളും അല്ലേ, അത് ശരിയാവും. ഉടനെ തന്നെ അവർ RDOയ്ക്ക് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. എന്താ ഇപ്പം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു MLA? എന്താ കളക്ടർ പറയുന്നത്? ഞാനിപ്പോൾ തന്നെ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് മരട് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ അമ്മ ഇത്രയും രാത്രി സമയം ഇപ്പോൾ 9 മണി കഴിയുന്നു, 9 മണിയാകുന്നു. ഇനിയും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പറയുന്നത് എന്നെ അവിടെ ഒന്ന് എത്തിച്ചാൽ മതി, ഞാൻ ആ തിണ്ണെ കിടന്നോളാം എന്ന്. നാട്ടുകാർ പറയുന്നത് പൊക്കിയെടുത്താണേലും അങ്ങോട്ടാക്കാമെന്ന്. വാതിൽ തുറന്നു വന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലും വാതിൽ തുറന്നു തരണം.
അതല്ല ഇന്നത്തെ ദിവസം അല്ല അമ്മ ഇന്നത്തെ ദിവസം ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, നടപടി ഉണ്ടായില്ലെങ്കിൽ അമ്മയുടെ തീരുമാനം എന്താ? എനിക്ക് ഈ ഇവിടെ കിടന്നാൽ മതി, ഞാനില്ല അപ്പുറം കൂടി ചാടിക്കയറി. അങ്ങനെ എനിക്ക് ഇവിടെ കിടക്കണം. എനിക്ക് ഈ മകളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു അമ്മേനെ? ഇല്ല അതൊന്നും ചെയ്യൂല. ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യത്തിന് അവനെ ഇരുന്ന് വെച്ചാൽ നല്ല കാര്യത്തിനെ പോവുകയും ചെയ്തത്. എന്നിട്ടാണ് ഈ ചതി. ഞാൻ എത്ര പ്രാവശ്യം വന്നെന്നറിയാമോ? വരുമ്പോഴൊന്നും പൂട്ടിയിട്ടേക്കണം. അപ്പൊ അവർക്ക് എന്നെ വേണ്ട, കളയണം. വയസ്സായില്ലേ, കളയണം. അതുകൊണ്ടാണ് മറ്റു ബന്ധുക്കൾക്കൊക്കെ അറിയാമായിരുന്നു. ബന്ധുക്കൾക്കൊക്കെ അറിയാമോന്ന് അറിഞ്ഞോട്ടെ. ഞാൻ ആരോടും പറയാറില്ല, ഒന്നും പറയാറില്ല. ഞങ്ങള് ചേച്ചി ഇപ്പം ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി, ഇന്നത്തൊക്കെ ഒരാഴ്ചയായി. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവിടെ വന്നത്. ഓട്ടോറിക്ഷക്ക ചേച്ചി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോനെ നമ്മുടെ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചിട്ട് ഈ വാതിലും തുറന്നതാ എനിക്ക്, ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കിടക്കട്ടെ. അപ്പോൾ ചേച്ചിയുടെ സ്ഥലമാണ്, ചേച്ചി ജനിച്ചോളം നാടാണത്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടുകാരൊക്കെ ആ സമയത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് ആലോചിച്ചു, ചേട്ടന് SNDPയുടെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെയാണ്, അപ്പോൾ അവർക്ക് ആലോചിച്ചപ്പോൾ നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം. ഞാൻ എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയോടും ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞ് നമുക്ക് പെറ്റീഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയി പെറ്റീഷൻ കൊടുത്ത്, ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരുടെയാണ് പോയത്. പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ CA എന്നോട് പറഞ്ഞത്, നമുക്ക് പോയി തുറന്ന്, അമ്മയുടെ വീടല്ലേ, നമുക്ക് തുറന്ന് കയറാം, ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നപ്പോൾ ഉണ്ടല്ല, സംഭവമൊക്കെ മാറി അവിടെ. അപ്പോൾ പറയണത് നിയമപരമായിട്ട് പോയാൽ മതി, നമ്മൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കാരണം ശരിയല്ല, നിങ്ങൾക്കൊക്കെ എതിരെ കേസ് വരും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് സത്യം പറഞ്ഞാൽ മാറിക്കളഞ്ഞു എന്നുള്ളതാണ്. CA എന്നോട് പറഞ്ഞ് നിങ്ങൾ RDOക്ക് പരാതി കൊടുക്കുക, അതിലൂടെ നിയമപരമായിട്ട് പോകുമ്പോൾ അമ്മക്ക് എന്തായാലും അതിൻ്റെ ഇത് കിട്ടുമെന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ RDOയിൽ പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരാഴ്ച ഞങ്ങൾ RDOയിൽ തന്നെ നടക്കണമായിരുന്നു. ഇന്ന് രാവിലെ പോയിട്ട് ഞങ്ങൾ വന്ന സമയമാണ് ഈ ഓർഡർ മേടിച്ചിട്ടുള്ളത്. മാഡം കണ്ടപാടെ തന്നെ അമ്മ കരഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ഇന്ന് തന്നെ അമ്മേനെ ഞങ്ങൾ കയറ്റാണ്, എൻക്വയറിയൊക്കെ അത് കഴിഞ്ഞിട്ട് ആദ്യം അമ്മ വീട്ടിൽ കയറുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ മേടിച്ച് ഇവിടെ വന്ന് പോലീസുകാരൊക്കെ കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തോ വിളിയൊക്കെ വന്ന് തോന്നണം, അവർ നമ്മൾ തുറക്കാൻ തയ്യാറാവണില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇതാണ് രേണുക, ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കാരണം ഈ നാട്ടുകാർ ഒന്നടങ്കം ജനപ്രതിനിധി, പ്രാദേശിക ജനപ്രതിനിധികളും MLAയും അടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അമ്മയുടെ മകള് ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ഈ അമ്മയോടൊരു കരുണ തോന്നണം. കാരണം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തി, ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്, വളരെ കഷ്ടപ്പെട്ടാണ് ഭർത്താവ് മരിച്ച ശേഷം 2 മക്കളെയും ഈ അമ്മ വളർത്തിയത്. പക്ഷേ ഈ അമ്മയോട് ഈ മകള് കാണിക്കുന്നത് ക്രൂരതയാണ്. കാരണം അമ്മയുടെ സ്വന്തം വീട്ടിൽ നിന്നും, അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മയുടെ സ്ഥലത്തു നിന്നും അമ്മയെ പുറത്താക്കിയിരിക്കുന്ന ഒരു വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു സമീപനമാണ് സ്വന്തം മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ടോമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.